ഇന്ന് ഡൽഹിയിൽ 2 മീറ്റിംഗ് നടക്കുന്നുണ്ട്. 2 മീറ്റിംഗിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നു. പക്ഷേ ഒന്നാമത്തെ മീറ്റിംഗ് ആണ് സമയം വെച്ച് 1, 2 ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതിലൊരു മീറ്റിംഗാണ് ആദ്യപ്രധാനമായ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ചലിപ്പിക്കാൻ പോകുന്നത്. സാബു ജേക്കബ് എന്ന് പറയുന്ന 2020യുടെ കിറ്റെക്സ് മുതലാളിയും രാജീവ് ചന്ദ്രശേഖറും കൂടി ഡൽഹിയിലുണ്ട്. അവിടെ യാക്കോബായ പരമാധ്യക്ഷൻ ഇഗാനിയോസ് അപ്രേം ദ്വിതീയൻ അവിടെ കാണാൻ പോയിട്ടുണ്ട് മോദിയെ. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സമസ്തയുടെ അബൂബക്കർ മുസലിയാർ അവിടെ പോയി മോദിയെ കണ്ട് ചർച്ചകൾ നടത്തിയത്. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം NDAയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി സീറോ മലബാർ സഭയുടെ അച്ഛനെ പോയി കാണുകയും വിശദമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ വ്യക്തിപരമായി സംഘപരിവാറുകളിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായിട്ടും വ്യക്തിപരമായി പോയി കന്യാസ്ത്രീകളെ അവിടെ നിന്ന് ജാമ്യത്തിലിറക്കി, അവരെ പിന്നെ കോടതിയിൽ ജാമ്യത്തിലിറക്കി, അവരെ കാറിൽ കയറ്റി കന്യാസ്ത്രീ മഠത്തിൽ കൊണ്ടുവിട്ട് വലിയ കയ്യടി വാങ്ങി. ഇതിൻ്റെ ഭാഗമായി നിരവധി ക്രിസ്തീയ സംഘടനകൾ നേരിട്ട് തിരുവനന്തപുരം മാരാർജി ഭവനിൽ BJPയുടെ തലസ്ഥാനത്തുള്ള മാരാർജി ഭവനിൽ പോയി കേക്ക് കൊടുത്തു. വലിയ സൗഹൃദമാണ് BJPയുമായി രാജീവ് ചന്ദ്രശേഖർ വയ്ക്കുന്നത്. ആ സൗഹൃദത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ കയറുകയാണ്. കിരൺ റിജ്ജു കണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് യാക്കോബായ പരമാധ്യക്ഷൻ ഇഗ്നാനിയോസ് അപ്രേം ദ്വിതീയനെ ഡൽഹിയിൽ മോദി കാണുകയാണ്. ഈ മീറ്റിങ്ങിൽ മോദിയും ഈ തിരുമേനിയും ഈ പോയിരുന്ന ദ്വിതീയൻ തിരുമേനിയും മോദിയും കിറ്റെക്സ് സാബുവും രാജീവ് ചന്ദ്രശേഖറുമായിരിക്കും ഉണ്ടാവുക. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ അടുത്ത ചലനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനുണ്ട്. പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിൽ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി, ഈ 4 പത്തനംതിട്ടയുടെ ഒരു പരിധിവരെ പത്തനംതിട്ട, ഈ 5 ജില്ലകളിൽ അതിനിർണായകമായി സ്വാധീനമുള്ളവരാണ് ക്രിസ്ത്യൻ സമൂഹം. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിലുള്ള ബിഷപ്പുമാരെയും അച്ഛന്മാരെയും യാക്കോബായ പരമാധ്യക്ഷന്മാരെയും ഒക്കെ മോദി നേരിട്ട് കാണുകയും അതിലെന്തെങ്കിലും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്കൊക്കെ പോയാൽ അത് വോട്ടായി മാറുമോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേരളത്തിൽ നടക്കുന്നുണ്ട്. 50-ലധികം സീറ്റ് അതായത് സാബുവിന് കൊടുക്കുന്ന സീറ്റും 10-20 സീറ്റും അതുപോലെ തന്നെ BJPയുടെ സീറ്റും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഒരു 10, 30, 40 സീറ്റെങ്കിലും ക്രിസ്ത്യാനികൾക്ക് കിട്ടാൻ, ക്രിസ്തീയ നാമധേയമുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ജോർജ് കുര്യൻ മന്ത്രിയോട് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കാൻ പറയുന്നു. ഷോൺ ജോർജ് മത്സരിക്കുന്നത് പാലായിലാണ്. പിന്നെ നമ്മുടെ പൂഞ്ഞാറിൽ PC ജോർജ് മത്സരിക്കുന്നു. അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു. ഇങ്ങനെ നിരവധി പ്രധാനപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവതരമായ ഒരു പരിപാടിയാണ് നടക്കുന്നത്. എന്തായാലും ക്രിസ്തീയ സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാക്കാൻ, അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മറിക്കുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നു. അത് വിജയിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. അൽഫോൺസ് കണ്ണന്താനമുണ്ട്, ജോർജ് കുര്യനുണ്ട്, PC ജോർജ് ഉണ്ട്, ഷോൺ ജോർജ് ഉണ്ട്, ജോർജ് കുര്യനുണ്ട്. ഇങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള പിന്നെ ഇപ്പോൾ സാബു ജേക്കബ് കൂടെ വന്നു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നതിൽ ഒരു പരിധിവരെ BJP വിജയിച്ചിട്ടുണ്ട്. അത് മധ്യ തിരുവിതാംകൂറിൽ ഇനി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ കൂടി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. മുനമ്പത്ത് BJP ജയിച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തും അവർ വളരെ കൃത്യമായി അവരുടെ സ്ട്രാറ്റജികൾ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമാണ് കാര്യങ്ങൾ. രണ്ടാമത് നടക്കുന്ന മീറ്റിംഗ് സാംസ്കാരിക നായകരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ കവികളും സാഹിത്യകാരന്മാരുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി, V മധുസൂദനൻ നായർ, അതുപോലെ തന്നെ ജോർജ് ഓണക്കൂർ തുടങ്ങിയ നിരവധി പേർ ഡൽഹിയിൽ പോയി എൻ്റെ കേരളം എന്നാക്കിയതിന് മോദിക്ക് നന്ദി പറയാൻ സാംസ്കാരിക നായകരും ഡൽഹിയിലെത്തുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ കേരളം എന്നൊരു ക്യാമ്പയിൻ BJPയുടേതായിട്ട് വരുന്നു എന്നറിയുന്നു. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വലിയ ഒരു സന്നാഹത്തിലാണ്. വലിയ ക്യാമ്പയിനുകളാണ് വരുന്നത്. ഒരറ്റത്തുനിന്ന് VD സതീശൻ്റെ പുതുയുഗ യാത്ര വരുന്നു. പിന്നെ മറ്റ് 3 ചീറ്റിപ്പോയ യാത്രയുണ്ട്. മൂന്നും നനഞ്ഞ പടക്കമായ 3 യാത്ര, നവകേരള യാത്ര, പുതിയ മുന്നേറ്റം, തുടരാം വീണ്ടും എന്നൊക്കെ പറഞ്ഞുള്ള യാത്ര വന്നു. അത് വന്ന വഴിക്ക് തന്നെ പിരിഞ്ഞു പോയി, അതെങ്ങും എത്തിയില്ല. അത് കഴിഞ്ഞ്
പുതിയുഗ യാത്ര പക്ഷേ വലിയ ആവേശമുണ്ടാക്കി തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി എൻ്റെ കേരളം ക്യാമ്പയിൻ വരാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ എൻ്റെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി 3 സാഹിത്യകാരന്മാരും 3 അല്ല 4-5 സാഹിത്യകാരന്മാരും ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിൽ ജോർജ് ഓണക്കൂർ, ഈ ശ്രീകുമാരൻ തമ്പി, വി എസ് മധുസൂദനൻ നായരൊക്കെ എല്ലാ കാലവും കോൺഗ്രസുമായി ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളവരാണ്. എന്നാലും അവർ സംഘപരിവാറിൻ്റെ പരിപാടികളിലൊക്കെ ധാരാളമായി പങ്കെടുക്കുന്നവരാണ്. ഹിന്ദുക്കളുടെ പരിപാടികളിലൊക്കെ വളരെ വലിയ മുഖങ്ങളായിട്ട് നിൽക്കുന്നവരാണ്. ഇവർ കൂടി ഡൽഹിയിൽ പോയി മോദിയെ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ, താങ്ക്സ് അറിയിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് 6-ന് മോദി കേരളത്തിൽ വരുമെന്നും കേൾക്കുന്നു. അത് എറണാകുളത്താണ് വരുന്നത്. NDAയുടെ മാനിഫെസ്റ്റോ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി. അത് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഒരു ഫംഗ്ഷനിൽ പറയുന്നത് കേട്ടു. മലയാള മനോരമയുടെ ഇയർ ബുക്കിൻ്റെ ഒരു പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. കേരളത്തിൻ്റെ വികസിത കേരളത്തെക്കുറിച്ച് അവിടെ ചർച്ചയുണ്ടായിരുന്നു. അത് രാവിലെ ശിവൻകുട്ടി, മേയർ BV രാജേഷ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രമേശ് ചെന്നിത്തലയായിരുന്നു തുടക്കത്തിൽ. രമേശ് ചെന്നിത്തല, ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ, എല്ലാവരും ഉണ്ടായിരുന്നൊരു യോഗമാണ്. പല സെക്ഷനിലാണ്, പല ഭാഗത്താണ് അവർ വന്ന അരമണിക്കൂർ വീതമുള്ള അവരുടെ പ്രസൻറ്റേഷൻസ് ഉണ്ടായിരുന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസൻറ്റേഷനും രമേശ് ചെന്നിത്തലയുടെ പ്രസൻറ്റേഷനൊക്കെ ഞാനും കേട്ടിരുന്നു, പങ്കെടുത്തിരുന്നു, ഇൻ്ററാക്ഷനിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മാർച്ച് 6-ന് NDAയുടെ ബുക്ക് വരുമ്പോൾ, അതിൻ്റെ മാനിഫെസ്റ്റോ വരുമ്പോൾ വികസിത കേരളം എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇയർ ബുക്കിൽ ഒരു വികസിത കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ വികസിത കേരളത്തിൽ ഇൻക്ലൂസീവായി ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടി നിർത്തുക എന്നുള്ള ലവ് ജിഹാദിൻ്റെ വിഷയമായാലും ഈ ന്യൂനപക്ഷത്തിൻ്റെ വിഷയമായാലും അതിന്യൂനപക്ഷ ബില്ല് കൊണ്ടുവന്നുകൊണ്ടുള്ള ആയാലും തീർച്ചയായും രാജ്യത്ത് ക്രിസ്ത്യാനികളെ കൂടെ നിർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നു. അത് ഡൽഹിയിൽ നിന്നുള്ള ഓപ്പറേഷൻ ആണെങ്കിലും ഡൽഹിയിലെ പിതാക്കന്മാരോ ബിഷപ്പുമാരും ഒന്നുമല്ല കാണുന്നത്. കേരളത്തിലെ പിതാക്കന്മാരും ബിഷപ്പുമാരും മതമേലധ്യക്ഷന്മാരും പരമാധ്യക്ഷന്മാരും ഒക്കെയാണ് കാണുന്നത്. എന്തായാലും ഇത് വളരെ വലിയ ചലനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊന്നും വേണ്ട, അച്ഛന്മാരെയൊക്കെ പോയി കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നൊരു ധാരണ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിലൊക്കെ വന്നെങ്കിലും അവർ വിട്ടിട്ടില്ല. വളരെ കൃത്യമായി അവർ തിരിച്ചു പിടിക്കുകയാണ്. കൃത്യമായി അവർ ഡൽഹിയിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നു. മോഡി 6-ാം തീയതി വരുമ്പോൾ വിസ്മയങ്ങളും അത്ഭുതങ്ങളും ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നതിൽ കഴിയുമോ BJPക്ക് എന്നുള്ള വലിയൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.